നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലൊരു വിദേശ സമ്മേളനം നടക്കാറുണ്ട്. വിദേശ സമ്മേളനം എന്ന് പറഞ്ഞാൽ വിദേശ മലയാളികളുടെ അല്ലെങ്കിൽ പ്രവാസികളുടെ ഒരു സമ്മേളനം കഴിഞ്ഞ 3 വർഷമായി നടക്കുന്നുണ്ട്. ഈ വർഷവും ലോക കേരള സഭയുടെ 4ാമത് എഡിഷൻ നടക്കാൻ പോവുകയാണ്. 2 കോടി രൂപ ഇപ്പോൾ ഏറ്റവും ദാരിദ്ര്യത്തിലായിരിക്കുന്ന, കടക്കണിയിലായിരിക്കുന്ന, സാമൂഹ്യ പെൻഷനുകൾ പോലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത 6 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഇപ്പോൾ 6 മാസത്തേക്ക് കുടിശ്ശികയാകാൻ പോവുകയാണ്. അപ്പോ ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത, ദൈനംദിന ചെലവിന് ബുദ്ധിമുട്ടുന്ന കേരളത്തിൽ 2 കോടി രൂപയാണ് ഇപ്പോൾ ലോക കേരള സമ്മേളനത്തിന്, ഇപ്പോൾ പ്രവാസികളുടെ സമ്മേളനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഈ പ്രവാസികളുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ ലോകത്തെമ്പാടുമുള്ള CPM-കാരെയും കൂട്ടത്തിൽ കുറച്ച് പ്രവാസി സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില കോൺഗ്രസ്സുകാരെയും ഒക്കെ ഒരുമിച്ച് വേദിയിലെത്തിക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. 351ഓളം പ്രതിനിധികൾ പല രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 2 കോടി രൂപ ഈ ദാരിദ്ര്യത്തിൽപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ 2 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോക കേരള സഭ നടക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ ഇവിടേക്ക് കൊണ്ടുവരാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ലോക കേരള സഭയ്ക്ക് തുറക്കു വിളിച്ചത്. അതായത് ജിമ്മിന്റെ മാതൃകയിൽ, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ജിമ്മിന്റെ മാതൃകയിലായിരുന്നു ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നത്. നമുക്കറിയാം, ആന്റണിയുടെ കാലത്ത് ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിലും അതിൽ ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോക കേരള സഭ എന്നാൽ എന്ത് ഗുണമാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാവുകയാണ്. ആന്റണി ജിം നടത്തിയതിന്റെ ബാക്കി പത്രമായി നമുക്ക് കിട്ടിയ കാര്യം എന്തായിരുന്നു എന്നറിയണ്ടേ? നമുക്ക് ഇൻഫോസിസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നേരിട്ട് സംസാരിച്ചാണ് ഇൻഫോസിസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ ലോക കേരള സഭയ്ക്കായി 2 കോടി രൂപ അനുവദിക്കുമ്പോൾ കഴിഞ്ഞ 3 എഡിഷനുകളായി വന്ന പ്രമേയങ്ങളും പാസാക്കിയ കാര്യങ്ങളുമൊക്കെ നടന്നോ, അതിലേതൊക്കെ നടന്നു എന്നത് അറിയാൻ സാധാരണക്കാർക്ക് അവകാശമുണ്ട്. അത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ വന്നൊരു ഉല്ലാസയാത്ര പോലെ 4 ദിവസത്തെ സമ്മേളനം നടത്തി എല്ലാവരും പരസ്പരം കണ്ട് കേരള സർക്കാരിനെ പുകഴ്ത്തിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊന്നും നടന്നതായി ഇതുവരെ നമുക്കറിയില്ല. ഏതായാലും പ്രവാസി മലയാളികൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാത്ത ഒരു സമ്മേളനമാണ് ഈ ലോക കേരള സഭ എന്നാണ് അവർ തന്നെ ആക്ഷേപിക്കുന്നത്. ജൂൺ 13 മുതൽ 15 വരെയാണ് ലോക കേരള സഭ നടക്കുന്നത്. എല്ലാ തവണത്തെയും പോലെ ഈ പ്രാവശ്യം കുറെ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കി പിരിയുക എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. വിദേശത്തു നിന്ന് അദ്ദേഹത്തിന് വന്ന ശേഷമായിരിക്കും ലോക കേരള സഭ. അതുകൊണ്ടാണ് 13 മുതൽ 15 വരെ എന്ന് വെച്ചത്. ഉടനെ തന്നെ പിണറായി വിജയൻ തിരിച്ചു വരികയും ചെയ്യും. ഇത് ഒരു ഉല്ലാസമേള എന്നതിനപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും കാര്യം ഈ 3 വർഷങ്ങളിലായി നടന്നിട്ടുണ്ടോ എന്നതും ചോദ്യചിഹ്നമാണ്. വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണം കണ്ടെത്താനാകാൻ കഴിയാത്ത സർക്കാരിന്റെ ഒരു ധൂർത്തായി മാത്രമേ ഈ ലോക കേരള സഭ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയൂ. ഏതായാലും ഈ ഭക്ഷണത്തിന് 10 ലക്ഷം രൂപയും താമസത്തിന് 25 ലക്ഷം രൂപയും അനുവദിച്ചു കഴിഞ്ഞു. വേദികളും വഴികളും അലങ്കരിക്കാൻ 35 ലക്ഷം രൂപ, എയർ ടിക്കറ്റിന് 5 ലക്ഷം, പബ്ലിസിറ്റിക്ക് 5 ലക്ഷം, മറ്റ് ആവശ്യങ്ങൾക്ക് 20 ലക്ഷം എന്നിങ്ങനെയാണ് ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചതിന്റെ കാര്യങ്ങൾ. അങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ളത്. കേരള സഭാ സെക്രട്ടേറിയറ്റ് 50 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 19 ലക്ഷം ഓഫീസ് ചെലവുകൾക്കും ലോക കേരള സഭയിലെ ശുപാർശകൾ നടപ്പിലാക്കാനായി 50 ലക്ഷവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും അനുവദിച്ചിരിക്കുന്നത്. പബ്ലിസിറ്റിക്ക് മാത്രം 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പബ്ലിസിറ്റി ആണല്ലോ മെയിൻ. ഈ പബ്ലിസിറ്റിയിലൂടെ മാത്രം നിലനിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെന്ന് നമുക്കറിയാം. നടക്കാത്ത കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങളും ഒക്കെ, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികളൊക്കെ സ്വന്തം ക്രെഡിറ്റിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഏതായാലും 3 ലോക കേരള സഭ നടന്നെങ്കിലും പ്രവാസികൾക്ക് യാതൊരു ഗുണവും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതായത് 2 വർഷം കൂടുമ്പോഴാണ് ഈ ലോക കേരള സഭ മുറതെറ്റാതെ നടക്കുന്നത്. 2 വർഷം കൂടി ഇരിക്കുമ്പോഴാണ് നടക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് എന്നതും ശരിയായ കാര്യമാണ്. കഴിഞ്ഞ സമ്മേളന കാലത്താണ് പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൻസൺ മാവുങ്കലുമായി അടുപ്പമുള്ള അനിത പുല്ലയിൽ എന്ന് പറയുന്ന സ്ത്രീ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി വേദിയിലുമൊക്കെ പങ്കെടുത്തത്. അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രവാസികൾ നൽകുന്ന നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി KPCCയുടെ പ്രവാസി സംഘടന ആരോപിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാതെ വെറുതെ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിക്കൊണ്ടു പോവുകയാണ് എന്ന അഭിപ്രായവും അവർ പങ്കുവെക്കുന്നുണ്ട്. ഈ ലോക കേരള സഭ ഇവിടെ നടത്തിക്കഴിഞ്ഞ് അവിടുത്തെ 2 മേഖലാ സമ്മേളനങ്ങൾ കൂടിയുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ വെച്ചാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി US പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ഒക്കെ പോകാനുള്ളൊരു അവസരം തെളിയുന്നു എന്നാൽ അതുകൊണ്ട് മറ്റൊരു ഗുണവും ഉണ്ട് എന്ന് തോന്നുന്നില്ല. മാത്രമല്ല
മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒക്കെ നടത്തിയെടുക്കാൻ ഈ ലോക കേരള സഭ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ഈ ലോക കേരള സഭ മാത്രം മുറുതെറ്റാതെ നടത്താൻ കഴിക്കുന്ന ഉത്സാഹം പിണറായി വിജയൻ മറ്റൊരു കാര്യത്തിലും കാണിക്കുന്നില്ല. സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ തൊഴിലാളികളെ ഇങ്ങനെ പെരുവഴിയിലാക്കിക്കൊണ്ട് ആ സാധാരണക്കാരുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് ആ പെരുവഴിയിലാകുന്ന ഈ ഇത്തരത്തിലുള്ള സഖാക്കന്മാർ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരക്കാരുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന പിണറായി വിജയൻ ഇലക്ഷൻ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരനെ പിണറായി വിജയൻ വേണ്ട. വിദേശ രാജ്യങ്ങളിലെ ഉല്ലാസയാത്രയും കാരവാനിലെ യാത്രയും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഏതായാലും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ, മകളുടെ മാസപ്പടി അടക്കമുള്ള നിരവധി ആക്ഷേപങ്ങളുടെ നിഴലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ലോക കേരള സഭയ്ക്ക് വേണ്ടി ദാരിദ്ര്യത്തിലായിരിക്കുന്ന കേരളത്തിലെ ഒരു സർക്കാർ അതിനായി 2 കോടി രൂപ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കഴിഞ്ഞ 3 സഭകളിൽ നടന്ന എന്തൊക്കെയാണ്, ആ സഭകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിപാടികൾ നടന്നിട്ടുണ്ട്, എന്തൊക്കെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെ ധവളപത്രം ഇറക്കണമെന്ന് KPCC-യുടെ സംഘടന ഇൻകാസ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായിരിക്കും പിണറായി വിജയന്റെ അടുത്ത നീക്കമെന്ന് നമുക്കറിയാം. ഏതായാലും പിണറായി വിജയന്റെ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും 2 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. അതായത് ലോകമെമ്പാടുമുള്ള CPM-കാർക്ക് അവരുടെ ഒരു ഉല്ലാസയാത്രയ്ക്ക്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരടക്കം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഉല്ലാസയാത്രയ്ക്കുള്ള ഒരു അവസരം പെട്ടെന്ന് ജൂണിലേക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.